നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണോ, അല്ലാഹുവിന്റെ കരുണയില്ലാതെ കഴിയില്ല. നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കൈകൊണ്ട് വാങ്ങണോ, അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല. നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലം ഏതെങ്കിലും ഒരു മനുഷ്യന് കിടക്കണോ, അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല. ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ റമളാനിന്റെ ആദ്യത്തെ 10 ദിവസം നീ സ്വർഗം ചോദിക്കാനല്ല പറഞ്ഞത്, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ നീ കരുണ ചെയ്യണേ പടച്ചവനെ. അല്ലാഹ് നിന്റെ കരുണ ഞങ്ങൾക്ക് വേണം. 240 മണിക്കൂർ എനിക്ക് വന്നതെന്നു നിങ്ങൾക്ക് തന്നു. എനിക്കാണെങ്കിൽ ഇത്തിരി നേരം കൂടെ സമയമുണ്ട്, നിങ്ങളുടെ സമയം കഴിഞ്ഞു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ തരുമാറാകട്ടെ. എനിക്ക് നാളെ മഗ്രിബ് വരെ സമയമുണ്ട്, നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഈ 10 ദിവസം അല്ലാഹു തന്നത് കരുണ ചോദിക്കാനോ കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജ് എന്താ ഇനിയുള്ള ദിവസങ്ങളിൽ കിട്ടൂലേ, എന്താ ഈ 10 ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ? ഒരു ചോദ്യമാണ്. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, ഒരു കല്യാണ വീട്ടിൽ ഫുഡിന് സമയമില്ലേ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ, സമയമില്ലേ? രാവിലെ നല്ല പൊറോട്ടയോ എന്തെങ്കിലും കാണില്ല. രാവിലെ ഒരു 10 മണി വരെ, രാവിലെ 8 മണി മുതൽ ഒരു 10:30-11 മണി വരെ നല്ല നാസ്തയുടെ അൽഹംദുലില്ലാ പൊറോട്ട, ഇറച്ചി, ബീഫ്, അല്ലെ, പത്തിരി. നിങ്ങളുടെ നാട്ടിലേക്കാണെങ്കിൽ ഒരുപാട് ഫുഡ് ഉണ്ടാവും. ഉച്ചയ്ക്ക് ഒരു 11:30 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫുഡിന്റെ സമയമാണ്. വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞാൽ അടുത്ത ഫുഡിന്റെ സമയമാണ്. അപ്പൊ ഉച്ചയ്ക്ക് 12 മണി